ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ നാളെ ജാമ്യാപേക്ഷ നൽകും. ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. കന്യാസ്ത്രീകൾക്കായി ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോദാസ് ഹാജരാകും. നാളെ സന്തോഷമുള്ള ഒരു ദിവസമാകട്ടെ എന്ന് പ്രീതിയുടെ സഹോദരൻ ബൈജു പറഞ്ഞു. ജാമ്യത്തിനായി ഇടപെടുന്ന അമിത്ഷായുടെ വാക്കുകൾ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ 5-അംഗ UDF സംഘം നാളെ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണും. അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, നാളെ ഹർജിയിൽ എങ്ങനെ നേരിടാനാണ് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ ശ്രമിക്കുന്നത്? എന്തായാലും നാളെ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നതാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. കന്യാസ്ത്രീകൾക്കായി ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോദാസ് ഹാജരാകുമെന്ന് കൂടി ഇപ്പോൾ ആ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച റോജി ജോൺ MLA നേതൃത്വത്തിൽ ഇപ്പോൾ ബിലാസ്പൂർ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ ജാമ്യാപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കുക, അതായത് നാളെ തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുന്നുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ പുറത്തുവിട്ടിരുന്നു. UDF MPമാരുമായി അദ്ദേഹം ഇത്തരത്തിൽ ജാമ്യത്തിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ഇടപെടൽ നടത്തുമെന്നും അടക്കമുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ സെഷൻസ് കോടതിയെ സമീപിക്കുന്ന കാര്യം കുടുംബം ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അമിത്ഷായുടെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ടെന്നും ഇത്തരത്തിൽ ജാമ്യത്തിനായി ഇടപെടുമെന്നുള്ള അമിത്ഷായുടെ വാക്കുകൾ ആശ്വാസം പകരുന്നു എന്നതാണ് ബൈജു, പ്രീതിയുടെ സഹോദരൻ ബൈജു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. കാരണം ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം അടക്കം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. നാളെ UDF MPമാരുടെ സംഘം, അതായത് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ UDF MPമാരുടെ സംഘം ഇത്തരത്തിൽ ദുർഗിലെത്തുന്നുണ്ട്. അവർ 11 മണിയോട് കൂടി എത്തി കന്യാസ്ത്രീകളെ കാണുമെന്നതാണ് ഇപ്പോൾ അത് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ നാളെ തന്നെ കന്യാസ്ത്രീകളെ പുറത്തെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കും. കാരണം അമിത്ഷാ ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജാമ്യ നടപടികൾ പൂർത്തിയാക്കി പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കുടുംബം ഒരു പ്രതീക്ഷ വയ്ക്കുന്നത്. ശരി.